അപ്പം എല്ലാവർക്കും ട്രാവൽ വിത്ത് അലോക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് മൂന്നാറാണ്. മധുമന്ത്ര എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നത്. നമുക്ക് ആ പ്രോപ്പർട്ടി ഒന്ന് കാണാം. ഒരു 3 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഉള്ള പ്രോപ്പർട്ടിയാണ്. നമുക്ക് പ്രോപ്പർട്ടിയിലെ റൂമും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഫസ്റ്റ് കാറ്റഗറി റൂമാണ്. ഹണി ഡ്യൂ എന്നാണ് ഇതിന് പേര് കൊടുത്തേക്കുന്നത്. ഒരു ബാൽക്കണി ഒക്കെ ഉണ്ട്. ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് ഈ പുറകിൽ കാണുന്നത്. റൂമിൻ്റെ ബെഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാത്റൂമും കൂടെ ഒന്ന് കയറി നോക്കാം. അതാണ് ബാത്റൂം. നമ്മുടെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള ഏണിയാണ്. നമ്മൾ ഇറങ്ങുന്ന സ്റ്റെപ്പിന് പ്രത്യേകതയുണ്ട്. കാരണം ഇതൊരു പാറ വെട്ടി സ്റ്റെപ്പ് ഒരാക്കിയേക്കുന്നതാണ്. പണിതേക്കുന്ന സ്റ്റെപ്പല്ല. സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ കളിക്കാൻ ക്യാരം ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഹണിമൂൺ കപ്പിൾസിന് കൊടുക്കുന്ന റൂമുണ്ട്. നമുക്കത് കാണാം. അതിൻ്റെ പേര് ഹണി റോക്ക് എന്നാണ്. അങ്ങനെ പേരിടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. ഇതാണ് റൂം. ഇത് ടോയ്ലറ്റാണ്. ഇത് നമ്മുടെ ബെഡ്റൂമിലോട്ടുള്ള എൻട്രിയാണ്. ഈ റൂമിന് ഹണി റോക്ക് എന്നുള്ള പേരിടാൻ കാര്യം ഇങ്ങോട്ട് നോക്കിയാൽ മതിയാണ്. ഒരു പാറയാണ്. നമ്മൾ നേരത്തെ ഇറങ്ങി വന്ന സ്റ്റെപ്പിൻ്റെ തൊട്ട് ഇപ്പുറത്തെ വശത്താണ് ഈ റൂം. അപ്പോൾ ആ പാറയൊന്നും പൊട്ടിക്കാതെ അതുപോലെ തന്നെ നിർത്തിക്കൊണ്ടാണ് ഈ റൂം ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ബെഡ് നേരത്തെ കണ്ട പോലെയല്ല. ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബെഡാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. റൂമിലെ ബാക്കി സൗകര്യങ്ങൾ ഒരു TV ഉണ്ട്, പിന്നെ ഒരു കബോർഡുണ്ട്, ഫാനുണ്ട്, പിന്നൊരു ടേബിള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
റൂം അത്യാവശ്യം നല്ല ഭംഗി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് ഇതാണ്, പാറയൊന്നും പൊട്ടിച്ച് കളയാതെ ആ സെയിം സംഭവം ഒക്കെ റൂമിൽ ഉൾപ്പെടുത്തി പോളിഷ് ചെയ്തുകൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു ബാൽക്കണി പോലെ ഒരു ഡോറുണ്ട്. ഇവിടെ നിന്ന് ഈ ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു ബാൽക്കണി പോലെ നമുക്ക് കയറി നിൽക്കാൻ പറ്റും. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇതാണ് ടോയ്ലറ്റും കൂടെ ഒന്ന് കയറി നോക്കാം. അത്യാവശ്യം നല്ല സ്പേസിൽ പണിതേക്കുന്ന ഒരു ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് നോർമൽ ടോയ്ലറ്റ് പോലെ തന്നെ കുളിക്കാൻ വേണ്ടി ഉള്ളൊരു പോർഷൻ കറക്റ്റായിട്ട് മുളച്ചിട്ടുണ്ട്. ബാക്കി ബേസിക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ക്യാമ്പ് ഫയർ നടത്താൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ഈ പ്രോപ്പർട്ടിക്കകത്തൂടെ നടക്കാൻ ഒരു രസമുണ്ട്. മറ്റുള്ള പ്രോപ്പർട്ടിയെ പോലെ ഫുള്ള് ടൈലും കാര്യങ്ങളൊന്നും അല്ല ഇട്ടേക്കുന്നത്. നോർമൽ നമ്മളൊരു സ്ഥലത്തൂടെ നടക്കുന്ന കിട്ടുന്ന അതേ ഫീലിംഗാണ് കിട്ടുന്നത്. ഈ പ്രോപ്പർട്ടിക്കകത്ത് ഫുള്ളിങ്ങനെ കാകളും പൂവൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഈ മരത്തക്കാളി എന്ന് പറയുന്ന സംഭവമൊക്കെ ഇവിടെ ഫുള്ള് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അത് നാച്ചുറലായിട്ട് വളരെ ഇണങ്ങി പണിതേക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഫുള്ള് ചെടികളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ ടൈലൊന്നും പാകി വൃത്തികേടാക്കിയിട്ടില്ല. ഇതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ ക്യാമ്പ് ഫയർ നടത്തുന്ന ഏരിയ. ടോപ്പൊക്കെ നല്ല സീരിയക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്യാമ്പ് ഫയർ നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്ഥലമാണ്. ചുറ്റും നോക്കി അറിയാം, ഫുള്ളൊരു കാട്ടി നിൽക്കുന്ന പോലെയാണ്. ഫുള്ള് നമ്മുടെ ഏലക്കയാണ് ഫുള്ള് കൃഷി ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ റെസ്റ്റോറൻറ്റ്. ഇവിടെ കണ്ടൊരു സംഭവം ഈ ലൈറ്റിൻ്റെ സെറ്റിങ്സാണ്. നമ്മുടെ ഈ വെള്ളം കുടിക്കുന്ന ടൈപ്പ് ഗ്ലാസ്സാണ്. അതിൻ്റെ അകത്ത് ഈ ഓരോ നിറത്തിലുള്ള ബൾബ് ഇട്ടേക്കുന്നത്. പക്ഷേ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു തുളസിത്തറയും വിളക്കുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു തൂക്ക് വിളക്കും കുറച്ച് തുളസിത്തറ കൂടെ ഒരു ചെറിയ വിളക്ക് കത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പഴമയുടെ തീമാണ് എല്ലായിടത്തും യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടറിയാം. എല്ലാം പഴയ നമ്മുടെ ഈ അരിപ്പെട്ടി ഇങ്ങനെയുള്ള പല സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്ത് ഇത് ഭംഗിയാക്കാൻ വേണ്ടി അലങ്കരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്.
അപ്പോൾ നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയായിട്ട് ഉടനെ തന്നെ കാണാം. എപ്പോഴും പറയുന്നവരെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അതുവരെ അടുത്ത വീഡിയോയും കൊണ്ട് എത്തുന്നിടം വരെ എല്ലാവർക്കും ബൈ.